ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. നമ്മൾ ഗൂഗിൾ സ്ലൈഡിനെ കുറിച്ച് വീഡിയോ ചെയ്തായിരുന്നു, ഗൂഗിൾ മീറ്റിനെ കുറിച്ചുള്ള വീഡിയോയും ചെയ്തായിരുന്നു. ഈ രണ്ട് വീഡിയോകൾക്ക് താഴെയും പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്, എങ്ങനെ ഗൂഗിൾ സ്ലൈഡിനെ ഗൂഗിൾ മീറ്റിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് പല ആളുകൾക്ക് നമ്മുടെ സ്ക്രീൻ ഷെയർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാമെന്ന് പല ആളുകൾക്കും അറിയാം. പക്ഷേ ഈ സ്ക്രീൻ ഷെയറിംഗ് കൊടുക്കുന്ന സമയത്ത് എല്ലാ ആളുകളുടെയും ഒരു കൺസേൺ ആണ്, പ്രൈവസിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഞാനിത് ഷെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്ക്രീനിൽ വരുന്ന മറ്റാരെങ്കിലും കാണുമോ, വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ മറ്റുള്ളവർ കാണുമോ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെൻഷൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയുള്ളിലുണ്ട്. അപ്പോൾ സ്ക്രീൻ ഷെയറിംഗ് കൊടുക്കാതെ തന്നെ ഗൂഗിൾ സ്ലൈഡിനെ നമുക്ക് ഗൂഗിൾ മീറ്റിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് എന്നാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. വളരെ ഈസിയായി, വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്ക്രീൻ ഷെയറിംഗ് കൊടുക്കാണ്ട്, നമ്മളുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗൂഗിൾ സ്ലൈഡ്സിനെ ഗൂഗിൾ മീറ്റിൽ പ്രസൻറ്റ് ചെയ്ത് നമുക്ക് ക്ലാസ്സുകൾ എടുക്കുകയോ മീറ്റിംഗ് എടുക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്നാൽ പിന്നെ സമയം കളയണ്ട, ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. Here we go. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഗൂഗിൾ സ്ലൈഡ്സിനെ ഗൂഗിൾ മീറ്റിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റേഷൻ റെഡിയാക്കുക എന്നുള്ളതാണ്. അതിന് ഗൂഗിൾ സ്ലൈഡ്സ് എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന പ്രസൻറ്റേഷൻ ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകണം. ഇതിനെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സ്ലൈഡ്സിനെ കുറിച്ച് നേരത്തെ നമ്മൾ ഓൾറെഡി ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അറിയില്ല എന്നുണ്ടെങ്കിൽ അതെടുത്ത് കണ്ടാൽ എല്ലാം മനസ്സിലായിക്കോളും. അപ്പോൾ അത് നമ്മൾ ഗൂഗിൾ സ്ലൈഡ്സിൽ നമുക്ക് വേണ്ടുന്ന പ്രസൻറ്റേഷൻ റെഡിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സ്ക്രീൻ ഇതാണ്. നമ്മുടെ മുന്നിൽ ന്യൂ മീറ്റിങ്ങും ജോയിൻ വിത്ത് കോഡും കിടപ്പുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ന്യൂ മീറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ന്യൂ മീറ്റിംഗ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസാണ് വരിക. ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ, സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ്, ഷെഡ്യൂൾ ഇൻ ഗൂഗിൾ കലണ്ടർ ആൻഡ് ക്ലോസ്. ഇത്രയും ഓപ്ഷൻസാണ് വരിക. ഇത് സാധാരണ ഗൂഗിൾ മീറ്റ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം അറിയാം. നമുക്കിവിടെ സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട്. സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്ന് പറയുന്നതുകൊണ്ട് ദെൻ ഷെഡ്യൂൾ ഇൻ ഗൂഗിൾ കലണ്ടർ. അതായത് നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു മീറ്റിങ്ങിലേക്ക് നമുക്ക് സ്ലൈഡ് ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഇതിലേക്കും ചെയ്യാൻ പറ്റും. രണ്ടും സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്നുള്ളത് കൊടുത്തിട്ടാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീറ്റിങ്ങിലേക്ക് നമുക്ക് സ്ലൈഡ്സിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു പ്രസൻറ്റേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെ സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മളിതിൽ ഷെഡ്യൂൾ ആണെങ്കിലും ഇതാണ് ഈ സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് ആണെങ്കിലും നമുക്കിവിടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് മീറ്റിംഗ് കോഡാണ്. അപ്പോൾ ആ മീറ്റിംഗ് കോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെയായിരിക്കും വരിക. ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ കാണുന്ന meetgoogle.com എന്ന് പറഞ്ഞ് കിടക്കുന്ന മീറ്റിംഗ് കോഡുണ്ട്. ആ മീറ്റിംഗ് കോഡിനെ ഒന്ന് കോപ്പി ചെയ്യുക. ആ റൈറ്റിൽ കാണുന്ന ആ കോപ്പി എന്ന് പറയുന്ന സിമ്പലിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി കോപ്പി ആയിക്കോളും. അത് കോപ്പി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു മീറ്റിങ്ങിലേക്കാണ് നമ്മൾ ഈ സ്ലൈഡിനെ പ്രസൻറ്റ് ചെയ്യേണ്ടതെങ്കിലും ഇതുപോലെ തന്നെയാണ്. അത് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ ആ കോഡ്, ആ മീറ്റിംഗ് കോഡിനെ ഒന്ന് കോപ്പി ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അങ്ങനെ മീറ്റിംഗ് കോഡ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഗൂഗിൾ മീറ്റിനെ ഒന്ന് മിനിമൈസ് ചെയ്യുക. നമ്മുടെ ഫോണിൻ്റെ സെൻറ്റർ കീയിൽ പ്രസ് ചെയ്ത് ഇതിനെ ഒന്ന് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്തതിന് ശേഷം ഗൂഗിൾ സ്ലൈഡ് ഓപ്പൺ ആക്കുക. നമ്മൾ ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ആക്കുക. അതിൽ നമ്മൾ ഓൾറെഡി ചെയ്യേണ്ട പ്രസൻറ്റേഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഗൂഗിൾ സ്ലൈഡ്സ് ഓപ്പൺ ആക്കുമ്പോൾ ഞാനിവിടെ ഒരു പ്രസൻറ്റേഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമുക്ക് ഈ ഗൂഗിൾ മീറ്റിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നാണ് നമ്മളിനി നോക്കുന്നത്. ഗൂഗിൾ സ്ലൈഡ്സിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പ്രസൻറ്റേഷൻ ഏതാണോ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെയായിരിക്കും അത് ഓപ്പണായി വരിക. അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേ ബട്ടൺ കാണാൻ പറ്റും. ഈ പ്ലേ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ചോദിക്കുന്നത് കാണാം. പ്രസൻറ്റ് ഓൺ ദിസ് ഡിവൈസ്, പ്രസൻറ്റ് ടു എ മീറ്റിംഗ്, അതിൻ്റെ താഴെ ന്യൂ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത്. അവിടെ നമ്മൾ ഏതെങ്കിലും മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിലാണ് നമുക്കിത് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് പറ്റും. അത് പക്ഷേ നമ്മൾ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ഉടനെ ഒന്നും ചിലപ്പോൾ ഇതിലേക്ക് ആ ലിസ്റ്റ് വന്നോളുന്നില്ല. കുറച്ച് സമയം എടുത്തതിന് ശേഷമായിരിക്കും വരിക. ഇപ്പോൾ എന്തായാലും നമ്മൾ ഷെഡ്യൂൾ ചെയ്തതിലല്ല കാണിക്കുക, നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തൊട്ട് മുകളിൽ കാണുന്ന പ്രസൻറ്റ് ടു എ മീറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ മീറ്റിംഗ് ID ചോദിക്കും.
ഇവിടെ നമ്മൾ ആദ്യം ഒന്ന് കൈ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ആദ്യം കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ID പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആ മീറ്റിൻ്റെ ലിങ്ക് സൈതായിരിക്കും വരിക. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന കോഡ് മാത്രം മതി. ആ ഹൈഫൻ ഇട്ട് കൊടുത്തിരിക്കുന്ന കോഡ് മാത്രമായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും ജോയിനിങ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമ്മളുടെ പ്രസൻറ്റേഷൻ അതിലേക്ക് ആഡ് ആവുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഗൂഗിൾ സ്ലൈഡിന് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആക്കുക. നമ്മൾ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. പ്രസൻറ്റേഷൻ ഓൾറെഡി അവിടെ വിൻഡോയിൽ വന്നിട്ടുണ്ടാവും. ഇത് നമ്മളുടെ മീറ്റിങ്ങിലുള്ള എല്ലാ ആളുകൾക്കും ഈ സ്ക്രീൻ ഇതേ രീതിയിൽ നമ്മളുടെ പ്രസൻറ്റേഷൻ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ കാണാൻ പറ്റും. തൊട്ട് താഴെ അതിൻ്റെ ഒരു ചെറിയ വിൻഡോ വന്നിട്ടുണ്ടാവും. നമുക്ക് അതിൽ നമ്മുടെ സ്ലൈഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാനൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് നെക്സ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ മീൻസ് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മാറിക്കോളും. അപ്പോൾ നമ്മളുടെ സ്ലൈഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കാണുന്ന നമ്മളെ മീറ്റിങ്ങിൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്ക്രീനിൽ ഒരു വിൻഡോയിൽ ക്ലിയറായിട്ട് നമ്മളുടെ ഈ പ്രസൻറ്റേഷൻ കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർ എങ്ങനെയാണ് ഈ സ്ക്രീനിനെ കാണുന്നതെന്ന് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഈ രീതിയിൽ പ്രസൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ഷെയർ സ്ക്രീൻ കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം ഷെയർ സ്ക്രീൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനിൽ എന്ത് വരുന്നുവോ അത് അതേ രീതിയിൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മൊബൈലിൽ മെസ്സേജസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുമോ, വാട്സപ്പിൽ മെസ്സേജസ് വരുമോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സ്ക്രീൻ ഷെയറിങ് കൊടുക്കുമ്പോൾ ഇതേ രീതിയിൽ നമ്മളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷേ ഈ രീതിയിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണോ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്, അതായത് ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണോ ആ സ്ലൈഡ്സ് മാത്രമേ ആളുകളിലേക്ക് ഷെയർ ആവുകയുള്ളൂ. ഇങ്ങനെ ഷെയർ ചെയ്താൽ എങ്ങനെയാണ് നമ്മളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർ കാണുന്നതെന്നും ആ സമയത്ത് നമ്മളുടെ മൊബൈലിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കത് കാണാൻ പറ്റുമോ എന്നുള്ളതൊന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്ന ഒരു സ്റ്റാൻഡുണ്ട്, ഒരു മൊബൈൽ സ്റ്റാൻഡുണ്ട്. അതിൽ വെച്ചിരിക്കുന്ന ആ മൊബൈലിൻ്റെ സ്ക്രീനിൽ കാണുന്നത് എന്താണോ അത് മാത്രമേ നമ്മളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ആ സ്ക്രീനിൽ ഈ പ്രസൻറ്റേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ ഫോണിൽ മറ്റ് പല സ്ക്രീനുകളും എടുത്തു നോക്കി. പക്ഷേ എന്ത് ചെയ്തിരുന്നാലും നമ്മൾ എന്തെല്ലാം ഫോണിൽ ചെയ്താലും നമ്മളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരുടെ സ്ക്രീനിൽ ഈ പ്രസൻറ്റേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ മൊബൈലിൽ നമ്മൾ എടുക്കുന്ന ഒന്നും വരില്ല. വാട്സപ്പ് എടുത്ത് നോക്കി, ഫേസ്ബുക്ക് എടുത്ത് നോക്കി, മറ്റ് പല ആപ്പുകൾ എടുത്ത് നോക്കി, യൂട്യൂബ് എടുത്ത് നോക്കി. പക്ഷേ ഇതെന്തെടുത്താലും നമ്മളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരുടെ സ്ക്രീനിൽ ഈ സ്ലൈഡ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ടെൻഷനും ഇല്ലാണ്ട് നമ്മുടെ പ്രൈവസിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാണ്ട് വളരെ ഈസി ആയിട്ട് സ്ക്രീൻ ഷെയറിങ് കൊടുക്കാതെ തന്നെ നമുക്ക് ഗൂഗിൾ സ്ലൈഡ്സിനെ ഗൂഗിൾ മീറ്റിൽ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്കതിൻ്റെ സംശയങ്ങൾ ചോദിക്കാം. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുകൂടി താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലത്തെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP ജംഗ്ഷൻ. താങ്ക് യു.